സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിൽ. വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം. വയനാട്ടിൽ നിന്നാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. കൊച്ചി സിറ്റി സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. യഥാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഉദ്ഘാടന ചടങ്ങുകളിലടക്കം മോശം പരാമർശം നടത്തുകയും മോശം രീതിയിൽ സ്പർശിക്കുകയും ചെയ്തു എന്ന ഹണി റോസിന്റെ പരാതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. 75(1)(a) 75(4) ഒപ്പം തന്നെ IT ആക്ടിലെ 64 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 75 വകുപ്പുകൾ എന്ന് പറയുന്നത് ജാമ്യമില്ലാ കുറ്റമുള്ള കേസാണ്. അത് നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ DGPയെയും ഈ ഹണി റോസ് ഫോണിൽ ബന്ധപ്പെടുകയും പൂർണ്ണ പിന്തുണ വേണം എന്നും കുറ്റക്കാരനെതിരെ കൃത്യമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. കൊച്ചി സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ. എന്നാ പിന്നെ ഞാനങ്ങട്